നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ആളൂർ കച്ചേരിപ്പടിയിൽ സുഹൃത്തിനെ മൊബൈലിൽ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത വിരോധത്താൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താണിശ്ശേരി പുത്തമ്പുരയ്ക്കൽ അക്ഷയ്, കടുപ്പശ്ശേരി നെടുമ്പുരയ്ക്കൽ ക്രിസ്റ്റോ എന്നിവരെയാണ് പിടികൂടിയത്. തൃശൂർ പൂരത്തിനിടെ വിദേശ വ്ളോഗർമാർക്കെതിരെ അജ്ഞാതന്റെ അതിക്രമം. ബ്രിട്ടനിൽ നിന്നുള്ള യുവാവും യുവതിയുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദുരനുഭവം വെളിപ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലും കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെടുന്നത്. പോളിംഗിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. ആളൂർ കച്ചേരിപ്പടിയിൽ സുഹൃത്തിനെ മൊബൈലിൽ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത വിരോധത്താൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താണിശ്ശേരി പുത്തമ്പുരയ്ക്കൽ അക്ഷയ്, കടുപ്പശ്ശേരി നെടുമ്പുരയ്ക്കൽ ക്രിസ്റ്റോ എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കച്ചേരിപ്പടിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിദ്യാർത്ഥിയായ കച്ചേരിപ്പടി സ്വദേശി യുവാവിനെ വധിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ്. ആളൂർ SHO മുഹമ്മദ് ബഷീർ, SI നവീൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. അക്ഷയ് 2020 വർഷത്തിൽ കാട്ടൂരിൽ വിഷ്ണു വാഹിദ് വധക്കേസിലെ പ്രതിയാണ്. ക്രിസ്റ്റോ 2024 ജനുവരി മാസത്തിൽ കടുപ്പശ്ശേരി പള്ളി അമ്പുതിരുനാളിനിടയിൽ കടുപ്പശ്ശേരി സ്വദേശിയെ വീടുകയറി ആക്രമിച്ച കേസിലെ പ്രതിയാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീശൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SIമാരായ സജിബാൽ, ബാബു TR, സിവിൽ പോലീസ് ഓഫീസർ ഫെബിൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ പൂരത്തിനിടെ വിദേശ വ്ളോഗർമാർക്കെതിരെ അജ്ഞാതന്റെ അതിക്രമം. ബ്രിട്ടനിൽ നിന്നുള്ള യുവാവും യുവതിയുമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദുരനുഭവം വെളിപ്പെടുത്തിയത്. വിദേശ വനിതയെ ഒരാൾ ബലമായി ചുംബിക്കാൻ ശ്രമിച്ചെന്നും യുവാവിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചെന്നുമാണ് ആരോപണം. ഇതിന്റെ വീഡിയോയും വ്ളോഗർമാർ പുറത്തുവിട്ടിട്ടുണ്ട്. വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നാലെ ഒരാൾ വിദേശ വനിതയെ ചുംബിക്കാൻ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത്. ഇതിനു പിന്നാലെയാണ് തന്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചതായി വിദേശ യുവാവും വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും മോശപ്പെട്ട നിമിഷങ്ങളെന്ന് പറഞ്ഞാണ് ഇവർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ യുവതിയെ ചുംബിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഊട്ടുപന്തലിനെ കാൽനാട്ടുകർമ്മം നടത്തി. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14-നാണ് ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. ഊട്ടുപന്തലിനെ കാൽനാട്ടുകർമ്മം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു. ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കുന്നത്. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകളാണ് അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെത്തും. അതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ 30 ചൊവ്വ വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരും. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജ അറിയിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ആളൂർ കച്ചേരിപ്പടിയിൽ സുഹൃത്തിനെ മൊബൈലിൽ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത വിരോധത്താൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താണിശ്ശേരി പുത്തമ്പുരയ്ക്കൽ അക്ഷയ്, കടുപ്പശ്ശേരി നെടുമ്പുരയ്ക്കൽ ക്രിസ്റ്റോ എന്നിവരെയാണ് പിടികൂടിയത്. തൃശൂർ പൂരത്തിനിടെ വിദേശ വ്ലോഗർമാർക്കെതിരെ അജ്ഞാതന്റെ അതിക്രമം. ബ്രിട്ടനിൽ നിന്നുള്ള യുവാവും യുവതിയുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദുരനുഭവം വെളിപ്പെടുത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.